മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ, പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേതിൻ കൃപയാൽ എന്നെ നിറച്ചിടുകേ. കരുണാസാഗരമേ നിൻ കരുതൽ ഓരോ നിമിഷവും അനുഭവിപ്പാൻ തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ P.C. വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. വളരെ സന്തോഷത്തോടും വളരെ ആരോഗ്യത്തോടും കൂടെ ഒരു പുതിയ പ്രഭാതം കാണാൻ വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചല്ലോ. അതിനായിട്ട് ഈ രാവിലെ ഞാനും ദൈവത്തോട് നന്ദി പറയുന്നു. ഈ നിലയിൽ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തോട് വീണ്ടും നന്ദി പറയുകയാണ്. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അനുകരണം എന്നുള്ളത് പല മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആത്മീക ലോകത്തും അനുകരിക്കുന്ന പ്രവണതകൾ ചിലരിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ പ്രസംഗിക്കുന്നത് പോലെ, ചില ആളുകൾ പാടുന്ന ആ ഭാവത്തിൽ, അവരുടെ പാട്ടുകളും പ്രസംഗങ്ങളും അവർക്കിഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അതൊരു വലിയ കുറ്റമായിട്ടൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ ലോകപരമായിട്ടൊക്കെ നോക്കുമ്പോൾ പ്രശസ്തരായിരിക്കുന്ന പ്രഗത്ഭന്മാരായിരിക്കുന്ന പലരെയും അനുകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ആ അനുകരിക്കുക എന്ന വാക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ അധ്യായം 5-ാം അധ്യായം തുടങ്ങുന്നത് ഒരു പ്രത്യേക പദം പറഞ്ഞുകൊണ്ടാണ്, ആകയാൽ. ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതിനെക്കുറിച്ചും നമ്മെ വീണ്ടെടുത്തതിനെക്കുറിച്ചുമൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആകയാൽ എന്ന വാക്കുകൊണ്ട് ഈ അധ്യായം തുടങ്ങുന്നത്. ദൈവം നമുക്കായി ചെയ്ത വലിയ കൃപകളെ, ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ അവിടുത്തെ പ്രിയ മക്കളായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ 5-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ ഒരു സത്യത്തെയാണ് വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവവും തൻ്റെ മക്കളും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയും ആ ബന്ധം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കണമെന്നതിനെക്കുറിച്ചുമാണ് ഈ വാക്യം നമ്മെ ചിന്തിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പ്രിയമക്കൾ എന്ന പോലെ നമ്മൾ വെറും ഒരു സൃഷ്ടി മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയമക്കളാണ്. ദൈവത്തിന് നമ്മളോടുള്ള
അഗാധവും അളവറ്റതുമായ സ്നേഹത്തിൻ്റെ തെളിവുകളാണ് ഞാനും നിങ്ങളും, അഥവാ അവിടുത്തെ മക്കളായ നാം ഓരോരുത്തരും. ലോകത്തിലെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ അനേകം മടങ്ങ് വലുതാണ് സ്വർഗീയ പിതാവിന് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഒരു കുട്ടി തൻ്റെ പിതാവിനെ സ്നേഹത്തിലും കരുതൽ നൽകുന്ന സുരക്ഷിതത്വത്തിലും വിശ്വസിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന ബോധത്തോടുകൂടെ നാം അവൻ്റെ കരുതലുകളെ മനസ്സിലാക്കി സ്നേഹിക്കുവാൻ, ആ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം അതിനു വേണ്ടി നാം മാറ്റിവെക്കപ്പെട്ടവരാണ്. പിതാവിനെ അനുകരിക്കുന്ന മക്കൾ, ഒരു ചെറിയ കുട്ടി തൻ്റെ പിതാവിൻ്റെ നടത്തവും സംസാരവും പ്രവൃത്തികളും അനുകരിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രിയമക്കളായ നാം നമ്മുടെ സ്വർഗീയ പിതാവിനെ അനുകരിക്കുവാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ പാഠമാക്കുവാൻ നമുക്കിടയായിത്തീരണം. സ്നേഹത്തിൽ നടന്നുകൊണ്ട് അവിടുത്തെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരണം. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്? യാതൊരു പ്രതിഫലവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, നമ്മുടെ യാതൊന്നും ഭൗതികമായിട്ട് പ്രതീക്ഷിക്കാതെ വണ്ണം നിഷ്പക്ഷമായി, നിരുപാധികമായി നമ്മെ സ്നേഹിക്കുകയാണ് കർത്താവ് താൻ ചെയ്തത്. നമ്മുടെയും സ്നേഹത്തിന് നിബന്ധനകൾ നാം വയ്ക്കുവാൻ പാടുള്ളതല്ല. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ ആ സ്നേഹത്തിൽ നമുക്ക് വർത്തിക്കുവാൻ ഇടയായിത്തീരാം. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവത്തിലൊന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പ്രകടമാക്കണം. അല്ലാത്ത പക്ഷം നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ക്ഷമയും കരുണയും ക്രിസ്തുവിൻ്റെ മറ്റൊരു സ്വഭാവമാണ്. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിബിംബിപ്പിക്കുന്നവർ ആകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, 5-ാം അധ്യായത്തിന് 1-ാം വാക്യം ആരംഭിക്കുന്നത് പോലെ, ആകയാൽ പ്രിയമക്കളെന്ന പോലെ നാം നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. നാം നമ്മുടെ ദൈവത്തിൻ്റെ പ്രിയമക്കളാണെന്നുള്ള സന്തോഷം, ആ ഉറപ്പ് നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ നമുക്കൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ പ്രിയമക്കളായി സ്വീകരിച്ച ആ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെന്ന നിലയിൽ അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിലും സ്നേഹത്തിലും അതിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ജീവിതം ആരംഭിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കാം, നമുക്ക് സ്നേഹിക്കാം, കരുതൽ കാട്ടാം. ആ നിലയിൽ ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പരിചയപ്പെടുത്തുവാൻ, ക്രിസ്തുവിൻ്റെ സൗരഭ്യത്തെ പരത്തുവാൻ ഇന്നത്തെ ഈ ദിവസം എല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഇവിടെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അരുണോദയത്തിൽ അരുളിയിടുക നിൻ അരുമയം തിരുവചസിൻ മൊഴികൾ. ആനന്ദമേ, ആശ്വാസമേ, ആരമ്യമേ നിൻ വചനം. ആനന്ദമേ, ആശ്വാസമേ, ആരമ്യമേ നിൻ വചനം. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ. പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേ, നിൻ പ്രഭയാൽ എന്നെ നിറച്ചിടുകേ.